ഹോർമുസ് കടലെടുക്ക് ഭാഗികമായി തുറക്കാൻ ധാരണയിലേക്ക് ഇറാനും ഒമാനും. ഇറാന് മേൽക്കൈ നൽകുന്ന കരാറിൽ അമേരിക്കൻ നിലപാട് നിർണായകം. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന് ഇറാൻ. ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി ബംഗ്ലാദേശ്. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീനയെ അനുവദിച്ചത് അവഹേളനം. ഉഭയകക്ഷി ബന്ധത്തെ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തെ ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പ്. ആദ്യ ബഹിരാകാശ നടത്തിന് ഒരുങ്ങി അനിൽ മേനോൻ. ചരിത്ര ദൗത്യം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:05. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ ശക്തമാകും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷം. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിവസം. മലപ്പുറം പാണക്കാട്ടെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ജില്ലയിൽ വ്യാപക പരിശോധനയ്ക്ക് ഉത്തരവ്. അനധികൃത ഖനനം തടയുന്നതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ജിയോളജി വകുപ്പ്. 3 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിങ്ങിൽ 5 പേർ അറസ്റ്റിൽ. പിടിയിലായ എല്ലാ പ്രതികളും മലയാളികൾ. മർദ്ദിച്ചത് കറുത്ത ഷൂസ് ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റ്. അഭിമന്യു വധക്കേസിൽ തുടർ വിചാരണ നടപടികളിലേക്ക് കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് ഇന്ന് പരിഗണിക്കും. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി 4 മാസത്തിനകം വിധി പറയണമെന്ന് ഹൈക്കോടതി. സ്ത്രീവേഷം കെട്ടിയെത്തി ആക്രമിക്കുന്ന സംഘം തൃശൂരിൽ പിടിയിൽ. കസ്റ്റഡിയിലായത് തൊടുപുഴ സ്വദേശി പ്രസാദും സംഘവും. പ്രതികളുടെ വാഹനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു.